ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കൊറിയർ അയക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫ്രെയിംസ് ഒക്കെ പാക്ക് ചെയ്യലെന്നുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് എനിക്ക് ഓർഡർ കിട്ടിയ ഒരു A4 സൈസ് ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിന്നിവിടെ പാക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഫ്രെയിമിനെ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം. ഇതാണ് കേട്ടോ ക്ലിംഗ് ഫിലിം. ഇതുകൊണ്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫ്രെയിമിൻ്റെ മുകളിൽ ഡാമേജും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുകൊണ്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഫ്രെയിംസ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്തെടുക്കണം. ദൂരത്തോട്ടൊക്കെ കൊറിയർ അയക്കുന്നതാണെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു രൂപത്തിൽ ഞാൻ ഫ്രെയിം പാക്ക് ചെയ്തെടുത്താൽ പൊട്ടാറൊന്നുമില്ല കേട്ടോ. ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തതിന് ശേഷം തെർമോക്കോൾ ഈ ഫ്രെയിമിൻ്റെ വലുപ്പത്തിൽ 4 ഭാഗത്തിൻ്റെയും വലുപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കണം. ചിലവർ പാക്ക് ചെയ്യുമ്പോൾ 2 പീസ് മാത്രം വെച്ച് പാക്ക് ചെയ്യാറുണ്ട്. അത് എന്തായാലും പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. എപ്പോഴും ഫ്രെയിമിൻ്റെ ഗ്ലാസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ സൈഡിലുള്ള ഫ്രെയിമും പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു സൈസിലും തെർമോക്കോൾ മുറിച്ചെടുത്തിട്ട് അവിടെയും കൂടിയും ഒന്ന് റാപ്പ് ചെയ്തെടുക്കണം കേട്ടോ. ഈ തെർമോക്കോൾ വെച്ചതിന് ശേഷം ഞാൻ പിന്നെയും ക്ലിംഗ് ഫിലിം ഉപയോഗിച്ചിട്ട് തന്നെയാണ് റാപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ട് ഒട്ടിച്ച ശേഷം ഞാൻ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് നല്ലോണം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ടൈറ്റിൽ വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ. ഇതുപോലത്തെ ഫ്രെയിംസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള ബിസ്മില്ല ക്രാഫ്റ്റിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഫ്രെയിംസ് മാത്രമല്ല അല്ലാത്ത ഗിഫ്റ്റ്സും എൻഗേജ്മെൻറ്റ് നമ്പർ എല്ലാ ഗിഫ്റ്റ്സ് ഐറ്റംസും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് 2 കളർ സെല്ലോ ടാപ്പ് കാണാം. ഞാൻ ആദ്യം വൈറ്റ് കളർ സെല്ലോ ടാപ്പ് കൊണ്ടാണ് ഒട്ടിച്ചെടുത്തത്. കൂടുതലും ഇങ്ങനത്തെ വലിയ സെല്ലോ ടാപ്പ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ തെർമോക്കോൾ വെച്ചിട്ടുള്ള ലെയർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ വാർപ്പിംഗ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ഇത് എൻ്റെ അടുത്ത് എന്നോ ബാക്കി വന്നൊരു വാർപ്പിംഗ് ഷീറ്റാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ഷീറ്റാണ് കേട്ടോ. ഈ ഒരു ഷീറ്റ് ഇങ്ങനത്തെ ഒരു ഫ്രെയിം മൊത്തമായിട്ട് നല്ല വൃത്തിയിൽ കവർ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയും. ഈ ഷീറ്റ് ഉപയോഗിക്കുന്നതിന് പകരം ബോക്സ് ഉണ്ടെങ്കിൽ അതിലിട്ടാലും മതി കേട്ടോ. ഇത് സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ താങ്ക് യു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് വേറൊരു ജില്ലയിലേക്ക് കിട്ടിയ ഓർഡറാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ആ അഡ്രസ്സ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ അഡ്രസ്സും കൂടി ഒട്ടിച്ചെടുക്കാം. ഹാൻഡിൽ വിത്ത് കെയർ ഒന്നും കൂടി എഴുതിയാൽ ഒന്നുകൂടി നന്നാവും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് എനിക്കിതുവരെ ഫ്രെയിംസ് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.